തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദമാണ്. അദ്ദേഹം ഫാൻസ് അസോസിയേഷന്റെ പ്രതിനിധിയായി ഓൺലൈൻ പ്രൊമോഷൻ ഹെഡായ ശ്രീ എഡ്വിൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. എഡ്വിൻ, കേൾക്കാമെങ്കിൽ എങ്ങനെയാണ് താങ്കൾ രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ കാണുന്നത്? രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട്ടിൽ മാത്രമല്ല ദക്ഷിണ ഇന്ത്യയിൽ തന്നെ ഒരു മാറ്റത്തിന് ഇടവരുത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങും എന്ന് ഇതുവരെ ഒരു പൊതുവേദിയിലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് സ്വാമി എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് അദ്ദേഹത്തെ പേടിക്കുന്നത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. രജനീകാന്ത് രാഷ്ട്രീയത്തിൽ എന്ന് ഇറങ്ങും എന്നുള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത ബർത്ത്ഡേ ആയ ഡിസംബർ 12 അദ്ദേഹം തന്നെ വ്യക്തമാക്കും എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയുള്ള കഴിഞ്ഞ 20 വർഷങ്ങളിലായി പലപ്പോഴായി വാർത്തകൾ വന്നിട്ടുണ്ട് രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന്. അപ്പോഴൊക്കെ അദ്ദേഹം അതിന് നിഷേധക്കുറിപ്പ് ഇറക്കുമ്പോഴാണ് അത്തരം വിവാദങ്ങൾ കെട്ടടങ്ങാറ്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല കാര്യങ്ങൾ. രജനീകാന്ത് തന്നെ അദ്ദേഹത്തിന്റെ ആരാധകരുമായി സംവദിച്ചപ്പോൾ അദ്ദേഹം തന്നെ ചില സൂചനകൾ അദ്ദേഹം നൽകിയിരുന്നു. അതേപോലെ എസ് ഗുരുമൂർത്തി, അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹവും ചില സൂചനകൾ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു വിഷയം വലിയ ചർച്ചയായി മാറിയത്. ശ്രീ എഡ്വിൻ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിനെ നിങ്ങൾ ഫാൻസ് അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നുണ്ട്, ഇല്ലേ? അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഇവിടെ ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നത് പോലും. അദ്ദേഹം സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും സിനിമയ്ക്ക് വെളിയിലുള്ള പ്രവർത്തനങ്ങളും കണ്ടിട്ടാണ് ഫാൻസ് അസോസിയേഷൻ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഞങ്ങൾ ബാക്കി തീരുമാനിക്കുന്നതാണ്. അതുപോലെ തന്നെ സാർ പറഞ്ഞത് ശരിയാണ്, 20 കൊല്ലം മുമ്പ് തന്നെ നമുക്ക് ഈ പറഞ്ഞ സൂചനകൾ വരുന്നുണ്ട്. ഏതാണ്ട് ഭാഷ റിലീസ് സമയം തൊട്ട് നമുക്ക് വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഓരോ ഡയലോഗുകളും ആൾക്കാരെ ഇഴകീറി മുറിച്ച് പറയാറുണ്ട്. ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്നും പറയുന്നതെന്ന്. ഇപ്പോഴും ഈ നടത്തിയ ഒരു ഫാൻസുമായിട്ടുള്ള മീറ്റിംഗ് അത് വേറൊന്നുമല്ല, വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന ഫാൻസിന് വേണ്ടി നടത്തിയൊരു മീറ്റാണ്. അത് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ, ജയലളിത അന്തരിച്ച ഈ ഒരു അവസ്ഥയിൽ തമിഴ്നാടിനെ രക്ഷിക്കാൻ സിനിമാ ദൈവമായ രജനീകാന്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ തമിഴ്നാട്ടിലുള്ള എല്ലാ മക്കൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ അത് വെച്ച് നമുക്ക് കൂട്ടിക്കൊഴിച്ച് നോക്കിയാൽ മതി സാറ് പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും ശ്രീ എഡ്വിൻ, ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. അവരുടെ നിലപാട് വളരെ വ്യക്തമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ശ്രീ അരുൺ ലക്ഷ്മൺ, താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഒരു തമിഴ്നാട്ടിൽ പ്രധാനമായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ അഴിമതി